ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിലുള്ള ചെറിയൊരു ട്രിക്കാണ്. വാട്സപ്പിൽ അപ്ഡേറ്റ് വന്നതൊന്നുമല്ല, വാട്സപ്പിൽ നിലവിലുള്ളത് തന്നെ ഒരു ട്രിക്കാണ്. ഓക്കെ, വാട്സപ്പിൽ നിങ്ങൾക്കറിയാം നിരന്തരം പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ ഓരോ വീക്കിലിയും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഓരോരോ പുതിയ ഫീച്ചറുകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. വാട്സപ്പ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു അടിപൊളി സോഷ്യൽ മീഡിയ ചാറ്റിംഗ് ആപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ട്രിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നിലവിലുള്ള ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അതുമായി ബന്ധപ്പെട്ട ഒരു ട്രിക്കാണിത്. അപ്പം വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ, ഓക്കെ, സെറ്റിങ്സിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അക്കൗണ്ട്സിലെടുത്ത് പ്രൈവസി എടുത്താൽ ഈ ഒരു റീഡ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഓപ്ഷൻ ഇവിടെ ഓഫ് ചെയ്ത് വെച്ചാൽ ഇപ്പം നിങ്ങൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുകയോ നിങ്ങൾക്ക് മെസ്സേജ് വരികയോ ചെയ്യുകയാണെങ്കിൽ, അതായത് നീല ടിക്ക് മാർക്ക് കാണില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സൈൻ എന്ന് പറഞ്ഞ് അയക്കുന്നു, ഇത് ഇവിടുന്ന് 2 ടിക്ക് മാർക്കായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ മെസ്സേജ് ഞാനിവിടെ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക്, അതായത് ഇവിടെ ആ ഒരു നീല കളറായിട്ടില്ല, കണ്ടില്ലേ. അതുപോലെ തിരിച്ച് ഇവിടെ ഇങ്ങോട്ട് അയച്ചാലും ഇവിടെ നീല കളറാവില്ല, കണ്ടില്ലേ. ഇവിടെ മെസ്സേജ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ നീല കളറാവില്ല. അതാണ് ആ ഒരു ഓപ്ഷൻ. അതേ ഓപ്ഷൻ തന്നെ നമുക്ക് ആ ഒരു സെറ്റിങ്സ് മാറ്റാതെ തന്നെ നമുക്കത് ഇതിനകത്തിൽ കാണാൻ സാധിക്കും. മെസ്സേജ് വായിക്കാൻ പറ്റും, പക്ഷേ കണ്ടതായിട്ട് അയച്ച ആൾക്ക് അത് അറിയാൻ പറ്റില്ല. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്ക് ഈ സെറ്റിങ്സ് പഴയതുപോലെ തന്നെ ആക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു സെറ്റിങ്സ് പഴയതുപോലെ തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് പഴയതുപോലെ തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് മെസ്സേജ് ഇവിടെ അയച്ചു, ഇവിടെ ഇത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നീല ടിക്ക് മാർക്ക് ആയിട്ടുണ്ട്. ഇത് പഴയതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പം ആരെങ്കിലും ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കും. ഇപ്പം ഈ ഒരു മെസ്സേജ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് അയച്ചു. ഓക്കെ, ആ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 2 ടിക്ക് മാർക്ക് വന്നു, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇവിടെ 2 ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഫോൺ ഇങ്ങോട്ട് മാറ്റി വെച്ചു. നേരെ ഇപ്പോൾ ഈ മെസ്സേജ് ഞാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല, ഇതിനകത്തിലത് കണ്ടതായിട്ട് കാണാൻ സാധിക്കുന്നുമില്ല, കണ്ടില്ലേ. പക്ഷേ നമുക്ക് ഈ ഒരു മെസ്സേജ് എന്നല്ല, കുറേ മെസ്സേജ് അയക്കാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറേ മെസ്സേജ് ഇവിടുന്ന് അയച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊന്നും നമുക്ക് ഇവിടെ കണ്ടതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇതിവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഈ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല. ഓപ്പൺ ചെയ്താൽ ഇവിടെ നീല കളറാവും. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു 4 മെസ്സേജ് ഞാൻ അയച്ചതും ഓപ്പൺ ചെയ്ത് തന്നെ വായിക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഹോം പേജിൽ, ഇത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഹോം പേജാണ്. ഇവിടെ നമുക്ക് സെർച്ച് ബാറിൽ ഇപ്പം ഈ ഒരു പേരിലാണ് മെസ്സേജ് വന്നിരിക്കുന്നത്, V4 Tech. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുക, V4 Tech എന്ന് സെർച്ച് ചെയ്യൂ. ഇത് ഓപ്പൺ ചെയ്യരുത്, ചെയ്യാതെ തന്നെ നമുക്ക് താഴേക്ക് വന്നാൽ കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ലാസ്റ്റ് അയച്ച മെസ്സേജ്, ഇപ്പോൾ ഇവിടെ നമുക്ക് അയച്ച മെസ്സേജ് എന്തൊക്കെയായിരുന്നു, ഇത് കണ്ടില്ലേ. ഈ 4 മെസ്സേജുകളും ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ 4 മെസ്സേജുകൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കാണാം, നമ്മൾ എന്താ അയച്ചെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് വായിക്കാൻ സാധിച്ചു, കണ്ടില്ലേ. പക്ഷേ ഇവിടെ നീല ടിക്ക് മാർക്ക് വന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നീല ടിക്ക് മാർക്ക് അവിടെ കണ്ടതായിട്ട് അയച്ചാൽ കാണാതെ തന്നെ നമുക്ക് ഇവിടുന്ന് അത് വായിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ വോയിസ് മെസ്സേജ് വല്ലതും അയച്ചു കഴിഞ്ഞാൽ അത് സീൻ ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഒരു വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അതിവിടെ സെൻഡായി, ഇതിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഴയ രീതിയിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ വോയിസ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടുന്ന് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നീല ടിക്ക് മാർക്ക് വരും, കണ്ടില്ലേ. അത് മാത്രം ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്തു, നീല ടിക്ക് മാർക്ക് വന്നു. അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രം നമുക്ക് ഇങ്ങനെ നീല ടിക്ക് മാർക്ക് കാണാതെ വായിക്കാനായിട്ട് സാധിക്കും. വോയിസ് മെസ്സേജ് പറ്റില്ല. ഇനി ഇമേജ് പറ്റുമോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ. നമ്മളതിന് ഫോട്ടോ എടുക്കുന്നു, അതിങ്ങോട്ട് അയക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഇമേജ് ഇവിടുന്ന് സെൻഡ് ആയിട്ടുണ്ട്, ഇവിടുന്ന് 2 ടിക്ക് മാർക്ക് ആയിട്ടുണ്ട്. ഇവിടെ ആ ഇമേജ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഒരു പ്രിവ്യൂ ഇമേജ് അയച്ചെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഓപ്പൺ ആവുന്നുണ്ട്. ഇനി ഇവിടെ ബ്ലൂ ടിക്ക് മാർക്ക് ആവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടില്ലേ, നമുക്ക് ഇമേജ് ഇവിടുന്ന് അയച്ചു, ഇവിടുന്ന് സെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിൻ്റെ പ്രിവ്യൂ വന്നു, നമ്മളിത് ഓപ്പൺ ചെയ്തു. പക്ഷേ ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് അതിൻ്റെ ഒരു നീല കളർ ആയിട്ടില്ല, നമ്മൾ കണ്ടെന്നുള്ളത് ഇവിടെ ആയിട്ടില്ല, കണ്ടില്ലേ. പക്ഷേ വോയിസ് മെസ്സേജ് മാത്രമാണെങ്കിൽ നമുക്കത് പറ്റില്ല. വോയിസ് മെസ്സേജ് നമ്മൾ വന്നാലും അത് വോയിസ് മെസ്സേജ് ഒന്നുകൂടെ അയച്ചു നോക്കാം.
ഓക്കെ, വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും അതുപോലെ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, വോയിസ് മെസ്സേജ് ഇവിടുന്ന് പ്ലേ ആക്കുമ്പോൾ തന്നെ ഇവിടെ നീല കളറാവും, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇമേജും ടെക്സ്റ്റ് മെസ്സേജും നമുക്ക് ഈ ഒരു ട്രിക്കിലൂടെ നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ സാധിക്കും. അപ്പോൾ അപ്പുറത്തെ അയച്ച ആൾക്ക് അത് നമ്മൾ വായിച്ചോ കണ്ടോ ഇല്ലെന്നുള്ളത് അറിയാനും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായി ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ ഫീച്ചർ നിങ്ങൾ ആരെങ്കിലും നേരത്തെ യൂസ് ചെയ്യുന്നുണ്ടോ, നിലവിൽ പിന്നെ ഈ ഫീച്ചറിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.